വെൽക്കം ടു വേ ടു PSC യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സാഹിത്യത്തിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകുന്നത് ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അപ്പോൾ നമുക്കിന്ന് ലിറ്ററേച്ചറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്, ഏത് എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് അതെന്നെല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാക്കും. ഓരോരോ എക്സാമിന് പഠിക്കുന്നവർക്ക് ഇതിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം വരാമെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 2024 നടന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ എക്സാമിലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ മാക്സിം ഗോർക്കിയാണ് അമ്മ എന്ന നോവൽ എഴുതിയത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഖാദി ബോർഡ് LDC പ്രിലിമിനറി എക്സാമിൻ്റെ 5th സ്റ്റേജിലെ 2024 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. പ്രശസ്തമായ നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. ഇതിനു മുമ്പും കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ചോദ്യമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി VT ഭട്ടതിരിപ്പാടിൻ്റേതാണ്. അടുത്ത ചോദ്യം LP സ്കൂൾ ടീച്ചർ എക്സാമിലെ 2024 ഒരു ചോദ്യമാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള. അപ്പോൾ ഇത് അപരനാമമാണ് ചോദിച്ചിട്ടുള്ളത്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ അപരനാമമാണ് കേരള മോപ്പസാങ്. ഇത് കൂടാണ്ട് കുറേ എഴുത്തുകാരുടെ ഇങ്ങനെ അപരനാമങ്ങളും തൂലികാനാമങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവരൊന്ന് ആ ക്ലാസ് കണ്ടു നോക്കുക. നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരുടെ അപരനാമങ്ങളും തൂലികാനാമങ്ങളെല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ചോദ്യവും LP സ്കൂൾ ടീച്ചറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം ഏതാണ്? വാഴ്ത്തപ്പെട്ട പൂച്ച. അപ്പോൾ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരമാണ് വാഴ്ത്തപ്പെട്ട പൂച്ച. അടുത്തതും LP സ്കൂൾ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെയാണ്. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്? അത് സംസ്കൃതമാണ്. അപ്പോൾ സംസ്കൃതവും മലയാളവും കൂടി ചേർന്നിട്ടാണ് മണിപ്രവാളം ഉണ്ടായത്. 2024 നടന്ന UP സ്കൂൾ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യം നോക്കാം. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിൻ്റെ 50ാം വാർഷികത്തിലെത്തിയ മലയാള നോവൽ ഏതാണ്? അത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലാണ്. അപ്പോൾ 2024 ഏപ്രിലിൽ പ്രസിദ്ധീകരണത്തിൻ്റെ 50ാം വർഷം പൂർത്തിയാക്കിയ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? അത് വിദ്യാവിനോദിനി എന്ന മാസികയിലാണ്. അപ്പോൾ വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനി എന്ന മാസികയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. അപ്പോൾ സാഹിത്യ നഗര പദവി ലഭിച്ച യുനെസ്കോയുടെ ആദ്യ നഗരമാണ് കോഴിക്കോട്. ഇത് 2024 നടന്ന ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ്. അടുത്തത് അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റൊരു ചോദ്യമാണ്. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത്? അയർലാൻഡിലും UK-യിലും പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് ബുക്കർ പുരസ്കാരം നൽകുന്നത്. 2024 നടന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യം നോക്കാം. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? P. വത്സല. P. വത്സലയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് നെല്ലി. അതുകൂടി ഒന്ന് ഓർത്തു വെക്കാം. അപ്പോൾ കിളിക്കാലം എന്നത് P. വത്സലയുടെ ആത്മകഥയാണ്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 3 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? നാട്യകൽപദ്രുമം. അപ്പോൾ കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ മറ്റൊരു ചോദ്യമാണ്. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? PC ഗോപാലൻ. PC ഗോപാലൻ്റെ തൂലികാനാമമാണ് നന്ദനാർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപരനാമവും തൂലികാനാമവും എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക വേണം. സീമാൻ 2024 ഒരു ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതിൽ രാത്രിമഴ എന്നത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയല്ല.
ബാക്കിയുള്ളവ ബധിരവിലാപം, ഋതുവിലാസം, കൊച്ചു സീത എന്നിവയെല്ലാം വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയാണ്. ഡിഗ്രി ലെവല് പ്രിലിമിനറി എക്സാമിലെ സ്റ്റേജ് 1 2023 നടന്ന എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. രാമകഥ പാട്ടിൻ്റെ രചയിതാവ് ആരാണ്? ഐ പിള്ള ആശാൻ. അപ്പോൾ രാമകഥാപാട്ടിൻ്റെ രചയിതാവാണ് ഐ പിള്ളി ആശാൻ. അടുത്തതും അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റൊരു ചോദ്യമാണ്. തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. അപ്പോൾ തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവിയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. 2023 നടന്ന ബെവ്കോ LDC മെയിൻ ജൂനിയർ അസിസ്റ്റൻ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യം നോക്കാം. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? അംശി നാരായണ പിള്ളയാണ് ഈ ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ്. അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റൊരു ചോദ്യം നോക്കാം. പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? ഇത് പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയൊരു കൃതിയാണ് ഉലക്ക. 2023 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിലെ സെക്കൻഡ് സ്റ്റേജിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി പത്മശ്രീ നേടിയ വർഷം 2017. അപ്പോൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി പത്മശ്രീ നേടിയത് 2017. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക ഏതാണ്? ജ്ഞാനനിക്ഷേപം. അപ്പോൾ മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക ജ്ഞാനനിക്ഷേപമാണ്. ഇനി കമ്പനി ബോർഡ് LGS മെയിൻ എക്സാം 2023 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ഇതിലെ പ്രേമാശ്രമം എന്ന കൃതി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയല്ല. അപ്പോൾ ബാക്കിയുള്ളവ ഏതൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവയെല്ലാം വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ചീരാമ കവി. അപ്പോൾ ചീരാമ കവിയെയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത്. ഇത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3 2023 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. ജൂനിയർ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 ഡിഗ്രി മെയിൻ എക്സാമിലെ ക്വസ്റ്റ്യനിലെ ഒരു ചോദ്യം നോക്കാം. SK പൊറ്റേക്കാടിൻ്റെ അപ്രകാശിത കൃതിയുടെ പേര്? നോർത്ത് അവന്യൂ. അപ്പോൾ SK പൊറ്റേക്കാടിൻ്റെ അൺപബ്ലിഷ്ഡ് ഒരു കൃതിയുടെ പേരാണ് നോർത്ത് അവന്യൂ. ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റൊരു ചോദ്യം നോക്കാം. ഭാസൻ്റെ നാടകങ്ങൾ കണ്ടുപിടിച്ച സംസ്കൃത പണ്ഡിതൻ ആരായിരുന്നു? ടി ഗണപതി ശാസ്ത്രി. പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോയുടെ രചയിതാവ് ആരാണ്? PK ബാലകൃഷ്ണൻ. അടുത്ത ചോദ്യം. അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമാണ് 2023 നടന്നത്. ഇതിൽ നമുക്ക് പ്രസ്താവന ടൈപ്പ് ഒരു ചോദ്യമാണ്. അപ്പോൾ സാഹിത്യത്തിൻ്റെ ഭാഗത്തിലും പ്രസ്താവന ടൈപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് രാജ്യസമാചാരവുമായി ബന്ധമില്ലാത്തത്? ഇവിടെ താഴെ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി 2ഉം 3ഉം പ്രസ്താവനകളാണ് തെറ്റ്. അപ്പം നമുക്ക് ശരിയായ പ്രസ്താവനകൾ നോക്കാമെന്ന്. സമാചാരത്തിൻ്റെ ജന്മസ്ഥലമാണ് കണ്ണൂർ. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി അടുത്തത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. ഇനിയിപ്പോൾ തെറ്റായത് നോക്കാം. ജേണലിൽ എഡിറ്ററുടെ പേരുള്ള നിരവധി കോളങ്ങൾ ഉണ്ടായിരുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത് ശിപ്പായി ലഹളയ്ക്ക് ശേഷമാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. അടുത്തതും ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടിടങ്ങഴി 1958, മുടിയനായ പുത്രൻ 1961, ഭാർഗവീ നിലയം 1964 എന്നീ ചിത്രങ്ങൾ അവരുടെ റിയലിസ്റ്റിക് സിനിമാറ്റിക് ഭാഷയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇതാണ് ഇതിൽ ശരിയായത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 2023 നടന്ന യൂണിവേഴ്സിറ്റി LGS പ്രിലിമിനറി എക്സാമിലെ സ്റ്റേജ് 1 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം.
ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയുടെ ആമുഖത്തിലാണ് ഈ പറഞ്ഞ പോലെ എഴുതിയിരിക്കുന്നത്. ഇത് യൂണിവേഴ്സിറ്റി LGS പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3 ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ കൃതികളിലെ ചില ഭാഗങ്ങളെല്ലാം എടുത്തിട്ട് അത് ഏത് കൃതിയിലേതാണ്, ആരാണ് എഴുതിയെന്നെല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേരെന്താണ്? ചങ്ങമ്പുഴ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരാണ്? വള്ളത്തോൾ. ഇത് 2023 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് മെയിൻ എക്സാമിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഋഗ്വേദവും വാൽമീകി രാമായണം വിവർത്തനം ചെയ്തത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കപടലോകത്തിനെന്നുടെ കാപഢ്യം സകലരും കാണുന്നതാണൻ പരാജയം. ആരുടെ വരികളാണിവ? കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണിവ. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴ. അപ്പോൾ വാഴക്കുല എന്ന കൃതി ചങ്ങമ്പുഴയുടേതാണ്. ഈ തുടിക്കുന്ന താളുകൾ എന്നത് ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ്. അടുത്തത് ഖാദി ബോർഡ് LDC പ്രിലിമിനറി എക്സാമിലെ സ്റ്റേജ് 1 ഒരു ക്വസ്റ്റ്യൻ ആണ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ലീലാതിലകം. LDC എക്സ് സർവീസ്മാൻ സർജൻറ്റ് 2023 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ രചിച്ചതാരാണ്? വി ഷിനിലാൽ. അപ്പോൾ സമ്പർക്കക്രാന്തി എന്നത് വി ഷിനിലാലിൻ്റെ കൃതിയാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? PJ ആൻ്റണി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ്. അപ്പോൾ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ ജീവിതരസങ്ങൾ എന്ന ആത്മകഥ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടേതാണ്. +2 ലെവൽ പ്രിലിമിനറി എക്സാമിലെ ഒരു ചോദ്യം നോക്കാം. സരസ്വതി സമ്മാൻ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? സാഹിത്യം. അപ്പോൾ സരസ്വതി സമ്മാൻ എന്നത് സാഹിത്യത്തിന് നൽകുന്ന ഒരു പുരസ്കാരമാണ്. തൃപ്പൂണിത്തറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓണം. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ടതാണ് തൃപ്പൂണിത്തറയിൽ നടക്കുന്ന അത്തച്ചമയം ഘോഷയാത്ര. സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? ഇ മുഹമ്മദ്. അപ്പോൾ ഇ മുഹമ്മദിൻ്റെ തൂലികാനാമമാണ് സൈക്കോ. ഇത് LD ക്ലർക്ക് വേരിയസ് SR for ST ഓൺലി 2020 ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റൊരു ചോദ്യം നോക്കാം. ഈങ്കുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചതാരാണ്? PJ ആൻ്റണി. അപ്പോൾ ഈങ്കുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് PJ ആൻ്റണിയാണ്. മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരിയിൽ നിന്നാണ്. വർക്ക്ഷോപ്പ് അറ്റൻഡർ മെഷീനിസ്റ്റ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണിത്. അപ്പോൾ പശ്ചിമോദയം എന്നത് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ്. താഴെ പറയുന്നവയിൽ ആരാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പോൾ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിയിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? സുഗതകുമാരിയുടെ ജന്മഗൃഹമാണ് വാഴുവേലിയിൽ തറവാട്. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് 2019 ഒരു ക്വസ്റ്റ്യനാണിത്. ഓർമ്മയുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ്? നമ്പി നാരായണൻ. അപ്പം നമ്പി നാരായണൻ്റെ ഒരു ആത്മകഥയാണ് ഓർമ്മയുടെ ഭ്രമണപഥങ്ങൾ. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. അപ്പോൾ പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയതാരാണ്? കാരൂർ നീലകണ്ഠപിള്ളയാണ്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ.
വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? PN പണിക്കരുടെ ചരമദിനം. കുറ്റവും ശിക്ഷയും എന്നത് ആരുടെ കൃതിയാണ്? ദസ്തേവിസ്കി. ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഷു. ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം ഏത് പ്രശസ്ത മലയാള കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? ഒരു ദേശത്തിൻ്റെ കഥ. ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനെയാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. ഹിഗ്വിറ്റ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? NS മാധവൻ. ഹിഗ്വിറ്റ എന്ന കൃതിയുടെ കർത്താവ് NS മാധവനാണ്. സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിലാണ് തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിരുന്നത്. ആരാണ് ഇദ്ദേഹം? സത്യജിത് റേ. അപ്പോൾ സാഹിത്യത്തിൻ്റെ മേഖലയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് എക്സാംസിൻ്റെ പിന്നെ കുറച്ച് മുമ്പത്തെ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഈ സാഹിത്യ മേഖലയിലുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ PSC എക്സാമിന് പോകുമ്പോൾ ബാക്കി മൊത്തം കാര്യങ്ങളും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് മാത്രം പഠിക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല എളുപ്പമാർഗ്ഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും PSC ടോപ്പിക്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.